അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ തവണ ജയിലിൽ അടം തുറന്നതിന് പോലീസ് പിടിച്ചതിന് ശേഷം അതിലൊന്നും തളരാതെ പതറാതെ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കുഴി കുടിക്കാനുള്ള ഫുൾ സജ്ജമായി സെറ്റപ്പിനാണ് റെഡി ആക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കക്കൂസാണ്. കാരണം നമ്മുടെ പഴയ ചിഞ്ച് ടോയ്ലറ്റിൽ മറ്റേ മണ്ണടിഞ്ഞിട്ടാണ് നമുക്ക് ബ്ലോക്ക് ആയിട്ട് നമ്മളെ പോലീസ് ലാസ്റ്റാണ് പിടിച്ചത്. ഇപ്രാവശ്യം ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ നികത്തിക്കൊണ്ട് നമ്മൾ പുതിയ കക്കൂസ് അപ്ഗ്രേഡ് ചെയ്യാണ്. അതായത് മഞ്ഞ കളറില്ലാത്ത കൂടുതൽ മണ്ണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പുതിയ കക്കൂസ്, അതാണ് നമ്മൾ ലക്ഷ്യം. കക്കൂസിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് നമ്മൾ അടുത്ത പണിയുണ്ട്. അതിനുവേണ്ടി നമ്മൾ നേരെ പോയത് നമ്മുടെ ഗുണ്ടപ്പ ചേട്ടൻ്റെ അടുത്ത്. ഗുണ്ടപ്പ ചേട്ടൻ കുറച്ച് കായ് പറഞ്ഞപ്പോൾ കക്കൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാ മോനെ കായ് എന്ന് പറഞ്ഞിട്ട് ഓൻ കുറച്ച് കായ് വന്ന് അത് കിട്ടിയ സന്തോഷിച്ച് നമ്മൾ നേരെ നമ്മൾ ഉച്ചക്കത്തെ ചോറേക്കാൻ പോയി. ഉച്ചക്കത്തെ ചോറും കഴിച്ച് നമ്മൾ ഒരു സവനപ്പം വാങ്ങി ചാർജ് ആക്കിയിട്ട് നമ്മൾ നേരെ പോണത് കക്കൂസ് വാങ്ങാൻ. ഓഫ് ഏതാ. അപ്പോൾ നമ്മൾ കായൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കക്കൂസ് ആവാൻ വേണ്ടി വന്നിക്കാണ്. അപ്പോൾ അങ്ങനെ കക്കൂസ് വാങ്ങി. കക്കൂസ് എവിടെ? ഓഫ് ഏതാ മറ്റേ ക്ലോസിംഗ് ലിഡും എല്ലാം ഉണ്ടോ. ഇതിൽ മഞ്ഞ കളറില്ലാത്ത ഫ്രഷ് വെള്ള കക്കൂസ്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കക്കൂസ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ മണ്ണ് അറ്റ് ടൈം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഭർച്ചോനിക്ക് അറിയാം. അപ്പോൾ നമുക്ക് കഥ പറഞ്ഞിരിക്കാനും സമയമില്ല. പോലീസ് പോയ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി പണിയെടുക്കാൻ തുടങ്ങണം. ഇതേ അപ്പോൾ നമ്മുടെ മീൻ ചട്ടിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വജ്രായുധം എന്ന് പറയുന്നത്. മീൻ ചട്ടിയിൽ കുറേ അപ്പോൾ മീൻ ചട്ടി വെച്ചിട്ട് നമ്മൾ അടിയിലോട്ട് ഇത്രയും വീണ്ടും തുറന്നിട്ടുണ്ട്. ഇത്രയും നമ്മൾ വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തുറന്നിട്ട് നമ്മളിപ്പോൾ അടുത്ത പണി നമ്മൾ അടിയിലോട്ട് തുറക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കക്കൂസാണ് മെയിൻ തോന്നുന്നത്. ഇവിടെ കക്കൂസ് ചന്തി എടുക്കുന്ന സാധനങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് മെയിൻ തോന്നുന്നത്. അപ്പോൾ ഈ ചന്തി എടുക്കുന്ന ഈ പേപ്പർ വെച്ചിട്ട് 282 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വാങ്ങാൻ പറ്റും. അപ്പോൾ രാത്രി ഇറ്റ്സ് നൈറ്റ് ഗോ ടു ബെഡ് കോഴി കിടന്നുറങ്ങി ചെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് ഇനി നമ്മുടെ മെയിൻ പണികളെല്ലാം നമ്മൾ രാത്രിയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ ഡ്രിങ്കും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് രാത്രി എന്താ പ്രത്യേകത വെച്ചാൽ രാവിലെ 5 മണി വരെ നമുക്ക് സമയമുണ്ട് കുഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം 5 മണിക്കാണ് പിന്നെ പോലീസ് വരുള്ളൂ. അതുവരെ അത്രയും സമയം കിട്ടും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഫുഡും എനർജിയൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുറേ കുഴിക്കാൻ പറ്റും രാത്രി നേരം കൊണ്ട്. അപ്പോൾ ഇനി രാത്രികളിലാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വടക്കേ കേന്ദ്രം വെച്ചിട്ട് നമ്മൾ മറ്റേ നോർത്തും ലക്ഷ്യമാക്കിയിട്ട് തുറക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി ഡ്രിങ്ക് എടുത്തിട്ട് ചാർജ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി നമ്മൾ തീർത്ത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ ഫുള്ള് അത്യാവശ്യം നല്ല കുഴിയൊക്കെ കുഴിച്ച് ഹാപ്പി ആക്കിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ നമ്മുടെ പ്രഭാത ഭക്ഷണം കിട്ടിയിട്ട് രാവിലെ തന്നെ നമ്മൾ ഒരു മോർണിംഗ് എക്സർസൈസ് ചെയ്തതിൽ നമ്മൾ വീണ്ടും കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ചട്ടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മീൻ ചട്ടിക്ക് പകരം നമുക്ക് ശരിക്കുള്ള അത്യാവശ്യം നല്ല പവറുള്ള സാധനം കുഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡും കഴിച്ച് ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐശ്വര്യ അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോലീസുകാരെ പോയതിനു ശേഷം നമുക്ക് പണി തുടങ്ങണം. ഗുണ്ടപ്പച്ചേട്ടൻ്റെ പോയിട്ട് കുറച്ച് കായ് എക്സ്ട്രാ കിട്ടി നമ്മൾ തരുന്ന സാധനം കിട്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും സാധനങ്ങളൊക്കെ നമുക്ക് രാത്രിക്കൊക്കെ ഉള്ള സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും നേരത്തെ കണ്ട ശവപ്പെട്ടി നമ്മൾ എത്തിയിട്ടുണ്ട്. ശവപ്പെട്ടിന്ന് ഇതേ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഒരു കീ ആണ് കിട്ടിയുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പണി ആരോഗ്യമൊക്കെ തീർന്നിട്ടുണ്ട്. അത് അടച്ചതിന് ശേഷം നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഫണ്ടൊക്കെ ഇട്ടിട്ട് കിട്ടിയ സാധനം വെച്ച് ഫുഡും വാങ്ങി വീണ്ടും പണി തുടങ്ങി. ഒരു റെസ്റ്റ് ഇല്ല. എണീക്കുക, ഫുഡ് കഴിക്കുക, പണിയെടുക്കുക, ഫുഡ് കഴിക്കുക, പണിയെടുക്കുക, ഫുഡ് കഴിക്കുക, പണിയെടുക്കുക. ഇത് തന്നെയാണ് നമ്മുടെ പണി. വീണ്ടും രാത്രി തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫുഡ് പെട്ടെന്ന് തീരുന്നു. ഇപ്പോഴും ഈ തുറന്നു വരുന്ന സൈഡിലേക്ക് പോകുമ്പോഴും ഫുഡ് തീരുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം. വെയർ ഹൗസിൽ മറ്റേ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്ന് കേട്ട്. അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വേണ്ടി വന്നു. കാരണം $30 കേസ് ഇതിൻ്റെ വില. അപ്പോൾ നമ്മുടെ കയ്യിൽ $32 ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ $30 ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമുക്ക് 2 ഫുഡ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 2 ഫുഡ് പറഞ്ഞാൽ 2 എനർജി ഒറ്റടിക്ക് ഫുള്ളാവും. അപ്പോൾ അങ്ങനത്തെ 2 ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ രാത്രി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. രാവിലെ ഇതൊന്നും എടുത്ത് കഴിക്കരുത്. രാത്രിക്കൊക്കെ എടുത്ത് വെച്ചിട്ട് രാത്രി നമ്മൾ പണിയെടുക്കുമ്പോൾ, കാരണം 5 മണി വരെ പോലീസ് വരില്ല. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേഗം സ്റ്റോർ ചെയ്ത ഫുഡും നമ്മുടെ എനർജി ഡ്രിങ്കും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് രാത്രി ടപ്പേ പറഞ്ഞ പരിപാടികൾ എടുക്കാൻ പറ്റും. തുറന്ന് വരുന്ന ഉച്ചയായതൊന്നും അറിഞ്ഞില്ല. പെണ്ണുമ്പോൾ വന്നിട്ട് ചോറ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെയുള്ള എനർജി ഡ്രിങ്കും എല്ലാം സ്റ്റോർ ചെയ്തു. പിന്നെ ഇതേ ബാസ്കറ്റ് ബോൾ കോർട്ട്. അപ്പോൾ ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഒരു ബോളുണ്ട്. ഇത് എന്തിനാണ് ഈ ബോൾ ഇവിടെ വെച്ചേക്കുന്നത് മനസ്സിലായിട്ടില്ല. ബോൾ വെച്ച് കളിക്കാനാണ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ എറിഞ്ഞു നോക്കാം. അയ്യോ, സാധനം പോയി. കുഴപ്പമില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഇത് സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ എന്ത് അങ്ങനെ വെച്ച് അയ്യോ ജസ്റ്റ് മിസ്. അയ്യോ അടുത്തിൽ എന്തായാലും കിട്ടും. ഇത് സിമ്പിൾ. എടാ ഇതെന്താ ആറ്റത്ത് വരുന്നു? ഇല്ല ഇത് എറിയണത് ഇതിൽ കിട്ടി. ഇച്ചിരി ഇതൊന്ന് കൂടിപ്പോയി. കുറച്ച് ബാക്ക് വെക്കുന്ന ശരിയാ. ഈടാ കുറച്ചും കൂടെ ബാക്ക് കുറച്ച് നമുക്ക് ഈ ഡോറിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. ഈസിയാണ്. ഇതൊന്നും അത്ര വലിയ പാടല്ല. എടാ ഇത് ഗൈസ്, ഇത് നമുക്ക് വാശിയാണ്. ഇത് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അല്ല പിന്നെ എന്താ ഇത്? എടാ നമ്മുടെ എനർജി കുറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി കുറയുന്നുണ്ട്. ഇതെന്ത് ഇത് വെറുതെ എനർജി കുറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ എന്താ കാര്യമുള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കൂലല്ലോ. ഇപ്പോൾ ഇത് ഇങ്ങനെ എനർജി കുറയാണ്ട് ഇപ്പോൾ ഇത് എന്ത് തേങ്ങയാണ് ഇപ്പോൾ ഇത്? എന്നാലും ഇത് ഇട്ടിട്ട് പോയാൽ മതി. തേങ്ങ അത് എടാ നമ്മുടെ എനർജിയും കുറയുന്നുണ്ട്. പക്ഷേ ലോ എനർജി ലെവലൊക്കെ ഇണ്ടി മാങ്ങാത്തോലി. എന്താ ഇടാം? എടാ ഇത് എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്നവൻ ബ്ലാഡി. അതെന്താ ഇടാൻ പറ്റാത്ത? ഈ നശിച്ച ബോളിൻ്റെ ഒരു കാര്യം.
ഓ എൻ്റെ എനർജി തീർന്ന് കത്തിക്കൽ കഴിഞ്ഞ് അടുത്ത എനർജി കൂട്ടിയിട്ട് അടുത്ത പ്രാവശ്യം അത് ഇട്ടിട്ട് പോകുള്ളൂ ഗൈസ്. ഒരു മതി വാട്ട പന്തും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടിക്കുള്ള സാമാനം ഉണ്ട്. അപ്പം നമ്മുടെ 376 ആക്കിയിട്ട് നമ്മുടെ എനർജി ബാർന്ന് ഫുൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഫുഡും വാങ്ങി. അപ്പോൾ അത്രയും ഫുഡ് അത്രയും കുഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫുഡും വാങ്ങി. ഇനി നമുക്ക് എന്താണ് ഇവനക്കുള്ള ഫുഡ് എടുത്തേക്കണം, അത് നമ്മുടെ ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് എക്സ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഫുഡ് കിട്ടും. എന്നിട്ട് അത് നമ്മൾ അതിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഇതിലുണ്ടായിട്ട് എക്സ് ഞെക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇരിക്കും. അപ്പോൾ ഒരെണ്ണോട് വെക്കാനുള്ള സമയത്ത് ഇപ്പോൾ വരും ഗോഡ് വരും 6 സെക്കൻഡ് ഉണ്ട്. വേഗം വാങ്ങാം. വേണ്ട ഓക്കെ. അപ്പോൾ ഇത് ഇട്ടിട്ട് അതും കൂടെ എടുത്ത് വെക്കണം. എന്റെ പൊന്നു ഗായ്സ്, എന്താ അവസ്ഥയാണ് ഗോയ്സ്. ഇവിടെ എന്ത് മൂഞ്ച അവസ്ഥയാടാ. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്, എന്തിൻ്റെ കേടായിരുന്നു ഒരു കാര്യമില്ലാണ്ട്. അടുത്ത സെറ്റ് രാത്രി ഇഷ്ടം പോയ സമയമാണ്. എനിക്ക് അടുത്ത സെറ്റിലൊക്കെ വാങ്ങായിരുന്നല്ലോ. എന്തിൻ്റെ കേടായിരുന്നു എൻ്റെ ദൈവമേ. മഷിച്ച പൊണ്ടാണെങ്കിൽ ആ പോലീസുകാരെ മണ്ടക്കടിച്ചിട്ട് അവനെ കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുള്ളൂ. എത്രാമത്തെ തവണയാണ് കഴിച്ചത്, എത്രാമത്തെ തവണയാണ് നമ്മൾ ഇത് രക്ഷപ്പെട്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. ഇനി 10 100 എത്ര എണ്ണം പിടിച്ചാലും ഈ ജയിലിൽ ഞാൻ ചാടി അവനെ കൊഞ്ഞനം കുത്തി അവൻ്റെ പണി കളഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ജയിലിൽ ചാടി എനിക്കൊരു സസ്പെൻഷനോ ഡിസ്മിസിൽ എന്തിനും കിട്ടാണ്ട് ഞാൻ പോകണം. എത്രാമത്തെ വട്ടാണ് ഈ തുരക്കണെന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ദൈവം, എൻ്റെ ജയിൽ ശിക്ഷ തീരുമ്പോൾ ഈ കുഴിയൊന്ന് തുരന്ന് അപ്പുറത്തെത്തോളോ തേങ്ങ കൊല. വെയ്ക്കപ്പായി രാവിലെ 5 മണി. നമ്മൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാണ്ട് ഓവർ ടൈം ഡ്യൂട്ടി എടുത്തിട്ട് കിട്ടിയ സാധനങ്ങളാണ് ഇത്രയും തോന്നെ. കാരണം നമ്മൾ 2 ഫുഡും ഓൾറെഡി ഉള്ള ഫുഡും പിന്നെ എനർജി ബാറും എല്ലാം കൂട്ടിയിട്ട് ഇത്രയും നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടി. അപ്പോൾ ഇത് വെച്ച് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും. ഇന്ന് രാത്രി നമ്മളിത് കടന്നിരിക്കും. എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം തുറന്നുണ്ട്. ഓവർ ടൈം ഡ്യൂട്ടി എടുത്ത് ഉറങ്ങുക പോലും ചെയ്യാണ്ട് നമ്മൾ പണിയെടുത്ത് നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജയിൽ ചാടിയാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ ഈ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് എടുത്ത് സെറ്റ് ഓഫ് ഫുഡ് എടുത്ത് 564 സാധനം കൊടുത്ത് നമ്മുടെ എനർജി ബാർ ഫുൾ ആക്കിയിട്ടുണ്ട്, മാക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇപ്രാവശ്യം നമ്മളിത് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് വാങ്ങി നമ്മുടെ എനർജി ബാർ അങ്ങ് ഫുള്ളാക്കി. പിന്നെ നമ്മൾ ഇവിടുന്ന് മറ്റേ ഗ്ലോ സ്റ്റിക്കും കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കോഫി മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് കുറച്ച് എനർജി കിട്ടും. അപ്പോൾ ഫുൾ എല്ലാം നമ്മൾ വാങ്ങി ഇന്ന് രാത്രി നമ്മളിന്ന് ജയിലിൽ കടന്നിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ പ്രിപ്പറേഷനിലാണ് നമ്മൾ ലൈറ്റ് കത്തിച്ച് ഫുൾ സെറ്റാണ്. ഫുൾ പ്രൊഫഷണൽ സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ അവസാന ഷിഫ്റ്റിൻ്റെ പോലീസുകാരൻ വന്നിട്ടുണ്ട്. ICU സെല്ലിൽ 30 സെക്കൻഡ് പോയിട്ട് നാളെ രാവിലെ മോനെ ജിന്നെ കണി കാണൂല മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ തുറക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കണ്ടത്. ഇത്രയും തുറന്നുണ്ട്. അത് നോർത്ത് ജംഗ്ഷൻ വെച്ച് തുറക്കുമ്പോൾ ഇതെന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പാറയാണ് വരുന്നത്. അതാണ് ഇപ്പോൾ ഇടങ്ങേറ്. അതായത് തുറക്കുന്നതനുസരിച്ച് ഇതിനുള്ളിൽ പാറക്കെട്ടാണ് കാണുന്നത്. പാറ കാണുക മീൻസ് അത് ഡെഡ് എൻഡ് ആണ്, അവിടുന്ന് വഴിയില്ലാന്ന് അർത്ഥം. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇറ്റ്സ് നൈറ്റ് ഗോ ടു ബെഡ് എന്ന് പറയുന്നുണ്ട്. നോർത്ത് ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നോർത്തിലോട്ട് കുഴിക്കുമ്പോൾ ഇവിടെ പാറയാണ് കാണിക്കുന്നത് ഗൈസ്. എൻ്റെ ദൈവമേ, പാറ ആണെങ്കിൽ അങ്ങോട്ട് തുറക്കാൻ പറ്റില്ലെന്നാണെന്നാണ് അർത്ഥം. പക്ഷേ നോർത്ത് സൈഡിലോട്ട് ഇത് തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും കിട്ടിയ സാധനമൊക്കെ വീണ്ടും കയറ്റി വീണ്ടും താഴ്ത്തോളം ഇതുപോലെ നിധി കുമ്പം കിടക്കുന്ന പോലെയല്ല സാധനം ലൈറ്റൊക്കെ എത്തിയിട്ട് കാണാൻ. അപ്പോൾ എന്തായാലും നോർത്തിലോട്ട് കുഴിക്കുന്നുണ്ട്. പക്ഷെ കുഴിക്കുമ്പോൾ പാറയാണ് കാണുന്നത്. എൻ്റെ ദൈവമേ. ഇപ്പോൾ നമ്മൾ കോഫി മെഷീനിൽ കോഫി കുടിച്ച് വീണ്ടും എനർജി ഒക്കെ ഫുള്ളാക്കി വീണ്ടും നമ്മളിത് കുഴിക്കാൻ വന്ന് കാണും ഗൈസ്. എൻ്റെ പൊന്നോ, ഞാൻ ഇന്ന് രക്ഷപ്പെടുന്ന വിചാരിച്ചു. ഇത്രയും സാധനങ്ങൾ ഇത്രയും തുരന്നുണ്ടാക്കിയിട്ട് അവിടെ പാറ മാത്രമേ കാണുള്ളൂ. ഇത് എങ്ങോട്ടേക്ക് പോകാനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എവരിത്തിങ് ഓക്കെ. എൻ്റെ നശിച്ച മോത്തെ ഞാൻ ഇത് കാണുന്നു വിചാരിച്ചില്ല. അവിടെ മരപ്പോഴത്തെ എന്നിട്ടും എൻ്റെ ഗതികേട് നോക്കിയ പണ്ടാർ എന്നോ രക്ഷപ്പെട്ട ഞാനാണ്. $10 $14 ഉണ്ട്. $14 എന്താ കിട്ടുക? ഗോൾഡ് വരുന്നതിൻ്റെ സമയം കൂട്ടി കിട്ടണം ഈ സാധനം വാങ്ങാം. അപ്പോൾ എക്സ്ട്രാ ടൈം കുറച്ചും കൂടി കിട്ടും. തുറന്നിട്ട് എവിടെ എത്തുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ നോർത്ത് ലക്ഷ്യം വെച്ച് തുറക്കുമ്പോൾ വീണ്ടും പാറ കാണിക്കുന്ന ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തി വീണ്ടും തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് പെട്ടെന്ന് ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബാഗ് അപ്ഗ്രേഡ് ചെയ്യാം. ഇത്രയും കുഴിച്ചുകൾ വന്ന് ഇത് എങ്ങോട്ടേക്കാ പോകുന്നതിന് ഒരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. താഴേക്കാണോ മുകളിലേക്കാണോ സൈഡിലേക്കാണോ ഒന്നും മനസ്സിലാവുന്നില്ല. നോർത്താണ് പറയുന്നത്. നോർത്തിലാണെങ്കിൽ പാറ കാണിക്കുന്നത്. എന്ത് കിണ്ടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാവുന്നില്ല. ഇപ്രാവശ്യം നമ്മുടെ ബാസ്കറ്റ് ബോൾ നമുക്കൊന്ന് കളിച്ചു നോക്കാം. നമുക്ക് ഇത് അന്ന് തോറ്റിട്ട് നമ്മൾ അങ്ങനെ പിന്മാറാമെന്നത് ശരിയല്ല. എനർജി പോയാലും കുഴപ്പമില്ല. ഞാൻ ഇതിട്ടുന്ന കാര്യമുള്ളൂ. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ ഇത് ശരിയാവും. അയ്യോ ജസ്റ്റ് മിസ്. അടുത്തില്ല കിട്ടും. ഇതെന്താ ഇട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടണേന്ന് അറിയില്ലല്ലോ. നൈസ് യുവർ എജിലിറ്റി ഇൻക്രീസ് ബൈ 2. AGT പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ആൻഡ് മൂവ്മെൻ്റ് ആട്ടോ. ഓക്കെ. അപ്പോൾ ഇതിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ആൻഡ് മൂവ്മെൻറ്റ് കൂടുന്നതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓക്കെ നമ്മൾ ഇട്ടട്ടെ. വീണ്ടും കിട്ടി. ഇൻക്രീസ്ഡ് ബൈ 2 എന്ന് പറയുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അതിനുള്ളിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് കൂടും. പക്ഷേ
മൂവ്മെൻറ്റിന് ഇപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പുല്ല് ബോൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയി. ആ പുല്ല് എന്തായാലും ആവട്ടെ, അത് മതി ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ $15 വെച്ച് നമ്മുടെ ഗോഡ് വരുന്നതിൻ്റെ സമയം കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. കുറച്ചും കൂടെ സമയം നമുക്ക് കുഴിക്കാൻ കിട്ടും. ഇന്ന് രാത്രിക്കൊക്കെയുള്ള ഫുഡും നമ്മൾ വാങ്ങി വെച്ച് ഫുൾ സെറ്റാക്കി ഒരു പാട്ട വർക്ക് ചെയ്യാത്തൊരു മടക്കോ കേന്ദ്രം വെച്ചിട്ട് നമ്മൾ കുഴിക്കുന്നുണ്ട്. ഈ പാറയുടെ നടുക്കുള്ള ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഇനി ഉള്ളൂ, വേറെ എവിടേക്കും ഇല്ല. റൈറ്റ് സൈഡും സൈഡൊക്കെ കുത്തിവെക്കി എല്ലായിടത്തും പാറൻ്റെ ആയിട്ട് താഴോട്ടും പറയണം. ഇപ്പോൾ ഇവിടെ മാത്രമാണ് ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് കാണുന്നുള്ളൂ. പക്ഷേ ഇത് നോർത്തല്ല, നോർത്ത് നിന്ന് കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ എവിടെ ഇനി തുറക്കാനില്ല, എല്ലായിടത്തും തുറന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കൂടെ തുറക്കാനുള്ളൂ. അപ്പോൾ ഇവിടേക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇൻവെൻട്രി ഫുള്ളായിട്ടുണ്ട്, 20 സാധനങ്ങളായിട്ട് ഇൻവെൻട്രി ഫുള്ളായിട്ട് കേട്ടോ. ഫ്രിഡ്ജിൽ 2 ഫുഡൊക്കെ വാങ്ങി ഫുൾ സെറ്റാക്കി. ഇന്ന് രാത്രിക്ക് നമ്മൾ ഈ രാത്രിയെങ്കിലും രക്ഷപ്പെട്ട കൊള്ളായിരുന്നു എന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. ശുഭപ്രതീക്ഷ 100% വിജയം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഈ രാത്രി നമ്മൾ കടക്കുന്നതാകും. ഇത് തുറക്കുമ്പോൾ പാറയാണ് വരുന്നത് ഗൈസ്. നോക്ക്, ഞാൻ നോർത്ത് ലക്ഷ്യമാക്കി ഇത്രയും ചിരിച്ച് തുറന്നിട്ട് പോലും ഇതുണ്ട് താഴെയും പാറ. എൻ്റെ ഗതികേട്, ഇനി എവിടെ തുറക്കാനാണ്? നീ ഒരു മറക്കിയാത്ത പാടക്ക് നോക്കി യന്ത്രം വെച്ചിട്ട് ഇത് എങ്ങോട്ട് തുറക്കാനാണ്? ഇത് തുറക്കുമ്പോൾ പാറയാണ് വരുന്നത് കണ്ടോ. ഫ്രണ്ടിലോട്ട് തുറക്കുന്നതിനനുസരിച്ച് പാറക്കെട്ടാണ് കാണുന്നത്. ഇത് എന്ത് ചെയ്യാനാണ് എൻ്റെ ദൈവമേ? ഇതിനും മേധം അവിടെ കുത്തിയിരുന്ന എൻ്റെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് സമാധാനത്തിൽ പോയായിരുന്നു. ഞാൻ ജയിലായത് തന്നെ ഇതേപോലെ പണിയെടുക്കാൻ മടിയായിട്ട് മോഷ്ടിച്ചിട്ടാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നത് ജയിലിൽ കാണാൻ വേണ്ടി. വീണ്ടും പാറ, എൻ്റെ ദൈവമേ നോക്കുന്നത്. ഫ്രണ്ടിലോട്ട് കുഴിക്കുന്തോറും പാറയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കാന്നല്ലാണ്ട് വരുന്നില്ല. പക്ഷെ താഴോട്ടൊരു കുഴി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാറക്കെട്ടാണ് മൊത്തം വരുന്നത്. ഇവിടെ താഴോട്ട് പാറ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സൈഡിൽ പാറ ഒരു വാള് പോലെ താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട് കേട്ടോ, എന്തുണ്ട് ഇവിടെ എന്തോ കാണുന്നുണ്ട്. ഇത് പാറല്ല, എന്തോ സംഭവം ഉണ്ട്. എന്തുണ്ട് എൻ്റെ ദൈവമേ, സ്ഥലത്തിയോ ഗൈസ്. ഇവിടെ അവിടെ കുഴി. യെസ്, എൻ്റെ മോനെ ഗൈസ്, നമ്മൾ തുറന്നെത്തി. ഇവിടെ എത്തിയിട്ട് ഏതോ ടണലിലെത്തിയിട്ട് എൻ്റെ മോനെ വിഷയം. ഇവിടെ ഒരു കോണിയുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അത് ലെഫ്റ്റ് വഴി പോയേക്കോ ഗൈസ്. നമ്മളെത്തി, തുറന്നെത്തി. ഇനിയിപ്പോൾ പോലീസുകാരൻ വരുന്നതിന് മുന്നേ എന്തായാലും രക്ഷപ്പെടണമല്ലോ പടച്ചോനെ. ഇനി അവിടെ മറ്റേ തുറന്ന് കാണും. അവർ രാവിലെ ആകുമ്പോഴേക്കും രക്ഷപ്പെടണം. എൻ്റെ ഇവിടെ നമ്മളെത്തി. ഇതേ കറങ്ങിത്തിരി ഇവിടെ തന്നെ എത്തി. തേങ്ങാക്കോല ഇവിടെ പോകുമ്പോൾ ഇത് ഏത് വഴി കൂടെ പോയി ഇതിനെ പോയാൽ എത്തുമോ? പണ്ടാറക്കട്ട പാല്. അയ്യോ, ഇവിടെ പോലീസുകാരൻ വരുന്നതിന് വേഗം രക്ഷപ്പെടണം. ഓടി ഏതിലും വഴി കാണിക്കട തേങ്ങാക്കോല അതിനങ്ങോട്ടേക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ എത്ത പടച്ചോൻ. ഈ ടണലും കിട്ടി ഇത്ര ദിവസം, 13ാമത്തെ ദിവസം കഴിച്ചു. 13 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മളെത്തി. കാറ് ഇടാ നമ്മളിട്ട ജയിലിൽ ചാടി അപ്പുറത്തെത്തി. ഏതോ ഗരാജിലെത്തി നമ്മൾ തുറന്നിട്ട്. അപ്പോൾ ഈ കാറ് നമ്മൾ സ്റ്റാർട്ടാക്കണം. അപ്പോൾ ഫിക്സ് ദ ഫ്യൂസ് ബട്ടൺ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്യൂസ് നമ്മൾ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫ്യൂസ് ഒന്ന് നമ്മൾ ഓഫ് ഓൺ കളിച്ചിട്ട് ഇതൊന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ അത് ഓണാക്കിയിട്ട് എടാ മോനെ, നമ്മുടെ വണ്ടി കയറി. എൻ്റെ മോനെ, നമ്മളങ്ങനെ രക്ഷപ്പെട്ടോ ഇല്ലേ? ഇനി എന്താണ് അടുത്ത ടാസ്ക്? എടാ നമ്മൾ രക്ഷപ്പെട്ടോ? എടാ ഇത് ജയിലിൻ്റെ കോമ്പൗണ്ടാണ്. ജയിലിൻ്റെ അല്ല, നമ്മൾ ജയിലിൽ നിന്ന് പുറത്ത് ചാടി ഏതോ സ്ഥലത്ത് എത്തിന്. കാരണം പുറത്ത് പുഴയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അയ്യോ ഇടിക്കല മാങ്ങാത്ത ഈ വണ്ടി എങ്ങാനും നശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് ഗൈസ്. പുതിയ ഹെലികോപ്റ്ററിനോട്ട് പോകാനാണ് പറയുന്നത്. എൻ്റെ മോനെ വിഷയം. പൊളി ഗൈസ്. അപ്പം അങ്ങനെ ഫൈനലി ഹെലികോപ്റ്ററിനെ അവിടെ എത്തി. സോ ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു. സക്സസ്ഫുള്ളി നമ്മൾ പ്രിസൺ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ 4.5 മണിക്കൂർ എടുത്തു ഈ മഷിച്ച ജയിലിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ നൈസായിരുന്നല്ലേ, കൊള്ളാം. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതിൽ കുറച്ചും കൂടെ വേണമായിരുന്നു. അത് പ്രിസണിന്ന് പുറത്ത് ചാടിയിട്ട് പിന്നെ പ്രിസൻ്റെ ഔട്ട് സൈഡിൽ ഇതേപോലെ സ്നീക്കി ആയിട്ടോ അല്ലെങ്കിൽ പോലീസ് കാണാണ്ട് അവിടെ രക്ഷപ്പെടുന്നതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് വേണമായിരുന്നു. എന്നാൽ ഒന്നുകൂടെ രസമായേനെ. ഫൈനലി നമ്മൾ ഇത്രയും വട്ടം നമ്മൾ പോലീസ് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഡെഡിക്കേഷനോട് കൂടി നമ്മൾ ഈ ഒരു പ്രിസൺ നമ്മൾ ചാടിയിരിക്കുകയാണ്. സോ അതിന് എല്ലാവരും ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗെയിം നിർത്ത് നെക്സ്റ്റ് നമ്മൾ ഏത് ഗെയിമും ഇതേപോലത്തെ വെറൈറ്റി ഗെയിമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കിട്ടുന്ന എപ്പിസോഡായിട്ട് കാസ്ട്രോയിൽ കാണാം. അതുവരെയും ബൈ ഗൈസ്, ലവ് യു.